നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ഫെബ്രുവരി 29 വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാന വിദ്യാഭ്യാസ വാർത്തകൾ. ഇന്ന് നമ്മൾ ഇന്നത്തെ പ്രധാന 10 പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ വലിയ തലക്കെട്ടോടുകൂടി ഒരു പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു. മാറ്റങ്ങളുമായി CUET UG. ടെസ്റ്റ് മെയ് 15 മുതൽ 31 വരെ. അപേക്ഷ മാർച്ച് 26 വരെ. രാജ്യത്തെ 44 കേന്ദ്ര സർവകലാശാലകളിലും ഏതാനും സംസ്ഥാന കൽപ്പിത സ്വകാര്യ സർവകലാശാലകളിലും മറ്റ് സ്ഥാപനങ്ങളിലും അണ്ടർ ഗ്രാജുവേറ്റ് പ്രവേശനത്തിന് പുതിയ ശൈലിയിലുള്ള പൊതുപരീക്ഷ CUET UG മെയ് 15 മുതൽ 31 വരെ നടക്കും. exams.nta.ac.in എന്ന രജിസ്ട്രേഷൻ ലിങ്ക് വഴി മാർച്ച് 26 രാത്രി 11:50 വരെ അപേക്ഷിക്കാം. ആ സമയം വരെ ഓൺലൈനായി ഫീസ് അടയ്ക്കാം. ഫലം ജൂൺ 30. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയിൽ ഇത്തവണത്തെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ. ഒരാൾക്ക് എഴുതാവുന്ന പേപ്പറുകളുടെ എണ്ണം 10 നിന്ന് 6 കുറച്ചു. വിദ്യാർത്ഥികളുടെ എണ്ണം പരിഗണിച്ച് കമ്പ്യൂട്ടർ ടെസ്റ്റിന് പുറമെ ആവശ്യമെങ്കിൽ പേനയും കടലാസും ഉപയോഗിക്കുന്ന OMR ടെസ്റ്റും നടത്തും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലെ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രം. ദുബായ്, ഷാർജ, അബുദാബി, മനാമ, ദോഹ, കുവൈത്ത്, മസ്കത്ത്, റിയാദ്, സിംഗപ്പൂർ, കൊളംബോ തുടങ്ങി 26 വിദേശ പരീക്ഷാ കേന്ദ്രങ്ങൾ. മുൻഗണനയനുസരിച്ച് 4 പരീക്ഷാ കേന്ദ്രങ്ങൾ വരെ സൂചിപ്പിക്കാം. കൂടാതെ ഇന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്ന ഒട്ടേറെ പ്രത്യേകതകൾ, അതായത് CUET പരീക്ഷാ ഘടനയെപ്പറ്റി വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു. അതൊരു കോളം തിരിച്ച് തന്നെ ചോദ്യ പേപ്പറുകൾ, ചോദ്യരീതി, ആകെ ചോദ്യങ്ങളുടെ എണ്ണം, സമയം, അപേക്ഷാ ഫീസ് മുതലായ വിവരങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുന്നു. ഇനി പ്രവേശന യോഗ്യത ആർക്കെല്ലാം എന്നതിനെപ്പറ്റി പ്രത്യേകം ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഈ അഡ്മിഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങളെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ CUET പരീക്ഷ എഴുതുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഏറെ പ്രയോജനകരമായ രീതിയിലാണ് ഇന്നത്തെ മലയാള മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ മലയാള മനോരമയും മാതൃഭൂമിയും ഈ വാർത്ത മത്സരിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലെ തോന്നും. കാരണം മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജ് നിറയെ ഈ ഒറ്റ വാർത്തയാണ് വിശദീകരിച്ച് നൽകിയിരിക്കുന്നത്. ഹെഡിങ് ഇതാണ്: CUET UG 2024 പരമാവധി 6 വിഷയങ്ങളിൽ പരീക്ഷ അഭിമുഖീകരിക്കാം. രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകൾ, മറ്റ് സർവകലാശാലകൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെ ബിരുദതല പ്രോഗ്രാമിലെ 2024-25 പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പൊതുപ്രവേശന പരീക്ഷ CUET UG മെയ് 15-നും 31-നും ഇടയ്ക്ക് ദിവസവും 2-3 ഷിഫ്റ്റിലായി നടത്തും. പിന്നീടിങ്ങോട്ട് പങ്കെടുക്കുന്ന വിവിധ കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളുടെ വിശദാംശങ്ങൾ, പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിക്ക് വേണ്ട യോഗ്യതകൾ, പരീക്ഷാ രീതികൾ, പരീക്ഷയിലെ വിവിധ വിഷയങ്ങൾ, പരീക്ഷാ കേന്ദ്രങ്ങൾ, ടെസ്റ്റുകളും വിഷയങ്ങളും 3 ഭാഗങ്ങളും അവയുടെ വിശദാംശങ്ങളും, കൂടാതെ പരമാവധി എഴുതാവുന്ന ടെസ്റ്റുകളുടെ എണ്ണം, അപേക്ഷിക്കേണ്ട രീതി, അപേക്ഷാ ഫീസ്, അങ്ങനെ ആദ്യ അന്ത്യം ഈ CUET പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന രീതിയിൽ, റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിൽ വളരെ വിപുലീകരിച്ചാണ് ഇന്ന് മാതൃഭൂമി പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.